ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീടുകളിലിരുന്നു കൊണ്ട് ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. കൂടാരങ്ങളിൽ പാർത്ത് എന്ന പേരിൽ നടത്തി വരുന്ന ഈ പ്രോഗ്രാം, അതിൽ ഇനിയും ബൈബിൾ സ്റ്റഡിയാണ് ഓരോ ദിവസമുള്ളത്. ഞാൻ പഠിപ്പിക്കുന്ന എഫേസ് ലേഖനത്തെക്കുറിച്ചാണ്. എഫേസ് ലേഖനം ടി വി കാണുന്ന പ്രേക്ഷകരിൽ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി താല്പര്യപ്പെടുന്ന ആളുകൾ പെട്ടെന്ന് എഫേസ് ലേഖനത്തിലേക്ക് പ്രവേശിച്ച് പഠിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പൊതുവായിട്ടുള്ള ബൈബിൾ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അത് പ്രസംഗമല്ല, സ്റ്റഡി ക്ലാസ്സാണ്. നോട്ട് കുറിച്ചെടുക്കാം, ശ്രദ്ധിച്ചിരിക്കാം. പ്രസംഗം പോലെ സ്പീഡിലായിരിക്കുകയില്ല. ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തെക്കുറിച്ചാണ്. ദൈവമുണ്ടെന്ന് ദൈവമില്ലെന്ന് പറയുന്ന ആളുകൾ ഭൂമിയിലുണ്ട്. ദൈവമില്ലെന്ന് പറയുന്നവരെ നാസ്തികർ എന്നാണ് വിളിക്കുന്നത്, നിരീശ്വരവാദികൾ. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരിൽ തന്നെ അജ്ഞാതവാദികളുണ്ട്, അഗ്നോസ്റ്റിക്സ്. ദൈവമുണ്ടെങ്കിൽ പോലും മനുഷ്യന് ദൈവത്തെ അറിയാനോ ദൈവത്തിന് മനുഷ്യരെക്കുറിച്ച് താല്പര്യമോ ഇല്ല എന്ന് പറയുന്ന ആളുകൾ. പാൻതീസ്റ്റ് ഉണ്ട്, അവരെല്ലാം ദൈവമാണ്. സൃഷ്ടാവ് സൃഷ്ടി എന്ന് രണ്ടില്ല, സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെയാണ്. എല്ലാം ദൈവം, പാൻതീസ്റ്റ്. ബൈബിളിൽ പറയുന്ന ദൈവം, ബൈബിൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശവും ഭൂമി എന്ന എബ്രായ ശൈലിയുടെ അർത്ഥം പ്രപഞ്ചമെന്നാണ്. ഭൂമിയെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെയും നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങളെയും ഗാലക്സികളെയും സൃഷ്ടിച്ച ദൈവം, സൃഷ്ടാവായ ദൈവം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. ഈ പ്രപഞ്ചം തന്നെ മനുഷ്യരുടെ ഭാവനയ്ക്ക് അതീതമാണ്. ഇതുവരെ ഈ പ്രപഞ്ചത്തിൻ്റെ അതിർ കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല, കാണാൻ സാധിക്കത്തുമില്ല. ഇതുവരെ ഈ നക്ഷത്രങ്ങളെ എണ്ണിത്തീർക്കാൻ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയത്തുമില്ല. മിൽക്കി വേ ഗാലക്സി, അതാണ് നമ്മുടെ ഗാലക്സി. ഇവിടെ 40,000 കോടി നക്ഷത്രങ്ങളാണ്. 25,000 കോടി മുതൽ 40,000 കോടി വരെ എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുപോലെയുള്ള ഗാലക്സികൾ അനന്തമാണ്. വിശാല പ്രപഞ്ചത്തിൻ്റെ ആദി കാരണം, സുപ്രീം കോസ്, അതാണ് ദൈവം. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി വന്നു? ഈ പ്രസംഗം ഇവിടെ എങ്ങനെ ഉണ്ടായി? ഒരു കാർപ്പൻ്റർ ഉണ്ടാക്കി. ഈ വാച്ച് എങ്ങനെ ഉണ്ടായി? ഒരു ഫാക്ടറി ഉണ്ടാക്കി. ഈ ഷർട്ട് എങ്ങനെ ഉണ്ടായി? ഒരു നെയ്ത്തുശാലയെ തയ്യൽക്കാരനെ ഉണ്ടാക്കി. ഈ കെട്ടിടം എങ്ങനെ ഉണ്ടായി? ശില്പികൾ, കെട്ടിടം പണിത ശില്പികൾ അതുണ്ടാക്കി. അങ്ങനെയെങ്കിൽ വിശാല പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? അതിൻ്റെ ആദി കാരണം എന്താണ്? അതിനെയാണ് ബൈബിൾ ദൈവം എന്ന് വിളിക്കുന്നത്. ദൈവം ഒരു വ്യക്തിയാണ്. ശക്തി ആണ് ധരിക്കുന്നവരുണ്ട്,
ഇലക്ട്രിക് പവർ പോലെ ഇടിമിന്നൽ പോലെയുള്ള ഒരു ശക്തിയാണ് ദൈവം എന്നല്ല. ജ്ഞാനമുള്ള, ശക്തിയുള്ള, ഉദ്ദേശമുള്ള ദൈവത്തിൻ്റെ പർപ്പസിൽപ്പെട്ടതാണ് ഈ ഭൂമിയും ആകാശവും. ഇത്രയും വലിയ പ്രപഞ്ചത്തെ ശൂന്യതയിൽ നിന്ന് വിളിച്ചു വരുത്തെങ്കിൽ ദൈവത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒറ്റ വാക്കേ സർവശക്തൻ, ഓംനിപൊട്ടന്റ്. അതിൻ്റെ അർത്ഥം ഓൾ പവർഫുൾ. സാധ്യമായിട്ടൊന്നുമില്ല. സർവശക്തനായൊരു ദൈവത്തിന് മാത്രമേ ഇത്രയും വലിയ പ്രപഞ്ചത്തെ ഉളവാക്കാൻ കഴിയുള്ളൂ. ഇതിനെല്ലാം പ്രത്യേകം ഓർബിറ്റുകളുണ്ട്. ഭൂമി അതിൻ്റെ ഓർബിറ്റിൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുകയാണ്. അത് മാറത്തില്ല. സൂര്യൻ, നക്ഷത്രങ്ങൾ ഇവയെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഭ്രമണപഥങ്ങളുണ്ട്. അതെല്ലാം നിർണയിച്ച ആളാരാണ്? അവൻ സർവശക്തി ഉള്ളയാൾ മാത്രമല്ല, സർവജ്ഞാനിയാണ്. എല്ലാം അറിയാവുന്നവൻ, സർവജ്ഞാനി. വിശാല പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പമാർക്ക് പറഞ്ഞുകൂടാ, ഭാവനയിൽ പോലും കാണാൻ കഴിയില്ല, ഊഹിച്ചു പറയാൻ പോലും ഒക്കത്തില്ല. അപ്പം അവിടെയെല്ലാം ദൈവ സാന്നിധ്യമുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നതുകൊണ്ട് ദൈവം സർവവ്യാപിയാണ്. ഓംനിപ്രസന്റ്, സർവവ്യാപി. ഓംനീഷ്യന്റ്, സർവജ്ഞാനി. ഓംനിപൊട്ടന്റ്, സർവശക്തൻ. അപ്പോൾ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞു, ഗോഡ് ഈസ് എ സ്പിരിറ്റ്. ഭൗതിക പദാർത്ഥത്തിൽപ്പെടുന്ന ഒന്നും ദൈവത്തിലില്ല. ദൈവം മനുഷ്യരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തവനാ, സ്പിരിറ്റാണ്. ഈ പ്രപഞ്ചത്തിൽ ഒതുങ്ങാത്ത മഹാദൈവം, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്ന സർവവ്യാപി, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന സർവശക്തൻ, സകലവും ഏറ്റവും നന്നായി ചെയ്യുന്ന, എല്ലാം അറിയുന്ന സർവജ്ഞാനി. ഈ ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു, മനുഷ്യരാരും കണ്ടിട്ടില്ല, കാണുവാൻ കഴിയത്തില്ല. അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുകയാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ഇങ്ങനെയുള്ളൊരു മഹാദൈവം, ആ ദൈവത്തിൻ്റെ സൃഷ്ടികളിലൊന്നാണ് മിൽക്കി വേ ഗാലക്സി. അതിലൊന്നാണ് സൂര്യൻ എന്ന നക്ഷത്രം. ആ നക്ഷത്രത്തിൻ്റെ ഒരു ഗ്രഹമാണ് ഭൂമി. ഭൂമിയിലുള്ള കോടിക്കണക്കിന് ജീവികളൊരു ജീവിയാണ് മനുഷ്യൻ. ഈ മനുഷ്യന് ഈ ദൈവവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുമെന്നത് ഏറ്റവും വലിയ ചോദ്യമാണ്. എന്നാൽ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം പറഞ്ഞു, നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുക. സൃഷ്ടിപ്പിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ സൃഷ്ടിച്ചു എന്ന്, ഉണ്ടാക്കി എന്ന്, നിർമ്മിച്ചു എന്നുള്ള പദങ്ങൾ കാണാം. സൃഷ്ടിക്കുക എന്ന് ശൂന്യയിൽ നിന്ന് വിളിച്ചു വരുത്തുന്നതാണ്. ഇല്ലാത്ത ഒന്നിനെ ഉളവാക്കുന്നതാണ് സൃഷ്ടിപ്പ്. ഉള്ള ഒന്നിനെ രൂപമാറ്റം വരുത്തുന്നതാണ് ഉണ്ടാക്കുക. കാർപ്പൻ്റർ തടി കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കുന്നു, സൃഷ്ടിക്കുന്നില്ല. ഒരു തയ്യൽക്കാരൻ വസ്ത്രങ്ങൾ തയ്ച്ചു വരുന്ന, അയാൾക്ക് നേരത്തെ വസ്ത്രങ്ങൾ തയ്ക്കാനുള്ള തുണി ഉണ്ടായിരിക്കണം. അപ്പോൾ നേരത്തെ ഉള്ളൊരു സാധനത്തെ രൂപവ്യത്യാസം വരുത്തുന്നതാണ് മനുഷ്യ ചെയ്യുന്നത്, ഉണ്ടാക്കുകയാണ്. എന്നാൽ സൃഷ്ടിക്കുക എന്നത് ഇല്ലാത്ത ഒന്നിനെ വിളിച്ചു വരുത്തുകയാണ്. മനുഷ്യൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു, സൃഷ്ടിക്കുകയും ചെയ്തു.
നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ കാര്യമാണ്. ഭൂമിയിലെ പൊടിയിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് മാത്രമേ മനുഷ്യൻ്റെ ശരീരത്തിലുള്ളൂ. 2/3 വെള്ളമാണ് മനുഷ്യൻ ശരീരത്തിൽ. അതിൽ തന്നെ 60% മനുഷ്യ ശരീരത്തിൻ്റെ 60% ഓക്സിജനാണ്. മനുഷ്യൻ്റെ കെമിക്കൽസൊക്കെ വേർതിരിച്ചാൽ കുറച്ച് ചുണ്ണാമ്പുണ്ട്, കുറച്ച് ഇരുമ്പുണ്ട്, കുറച്ച് ഫോസ്ഫറസ് ഉണ്ട്. ഇങ്ങനെയുള്ള കെമിക്കൽസ് ഉണ്ട്. ഉപ്പുണ്ട്, സോഡിയം ക്ലോറൈഡ്. ഇതെല്ലാം കൂടെ തൂക്കി വിറ്റാൽ, ഈ കെമിക്കൽസിൻ്റെ തൂക്കം വെച്ച് ഒരു 80 കിലോഗ്രാം തൂക്കമുള്ള മനുഷ്യൻ്റെ ശരീരത്തിലെ കെമിക്കൽസ് വേർതിരിച്ച് വിറ്റാൽ 50 രൂപയിൽ താഴെ കിട്ടത്തുള്ളൂ. പക്ഷേ ആ ശരീരം മാത്രമല്ല മനുഷ്യൻ. മനുഷ്യനിൽ ഒരാത്മാവിനെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. ദൈവം ആത്മാവായതുകൊണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും ആത്മാവാണ്. അതാണ് മനുഷ്യൻ്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതി എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ദൈവം ഊതി കൊടുത്ത ജീവശ്വാസം മനുഷ്യൻ്റെ ആത്മാവാണ്. അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ദേഹം, ദേഹി, ആത്മാവ്, 3 ഘടകങ്ങൾ മനുഷ്യനുണ്ട്. മനുഷ്യൻ്റെ നിർമ്മാണം, സൃഷ്ടിപ്പ്, അതൊക്കെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഈ മനുഷ്യന് ദൈവവുമായിട്ടുള്ള ഒരു സഖിത്വം ഉണ്ടാകണം ദൈവം ആഗ്രഹിച്ചു. ദൈവം നിത്യനാണ്, അനാദിയായ ദൈവമാണ്. ദൈവദൂതന്മാർ പോലും നിത്യരല്ല. മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി മനുഷ്യനെ ഭൂമിയിലാക്കി, ഏദൻ തോട്ടത്തിലാക്കി. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ചു. ദൈവത്തിൻ്റെ പ്രധാന ദൂതന്മാരിൽ ഒരാളായിരുന്ന ലൂസിഫർ നിഗളിച്ച് ദൈവത്തിൻ്റെ ഒപ്പം സിംഹാസനം വയ്ക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം അവനെ തള്ളിക്കളഞ്ഞു. അവനാണ് സാത്താൻ. സാത്താൻ മനുഷ്യനെ വഞ്ചിച്ചു, ചതിച്ചു, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. മനുഷ്യൻ വീണുപോയി എന്നാ പറയുന്നത്. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിൽ നിന്ന് വീണുപോയി. ഏത് ഉദ്ദേശത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചോ ആ ഉദ്ദേശത്തിൽ നിന്ന് മനുഷ്യൻ വീണുപോയി. വീണുപോയ മനുഷ്യനെയാണ് ഏതെന്തരത്തിൽ ദൈവം വന്ന് സന്ദർശിക്കുന്നത്. വിലക്കപ്പെട്ട കനി നീ ഭക്ഷിച്ചോ എന്ന് ചോദിച്ചു. പുരുഷൻ പറഞ്ഞ് സ്ത്രീ തന്നു, ഞാൻ തിന്നു. അവൾ പറഞ്ഞു പാമ്പ് എന്നെ വഞ്ചിച്ചു. അപ്പോൾ ദൈവം ഒരു പ്രോമിസ് നൽകി, സ്ത്രീയുടെ സന്തതി വന്ന സർപ്പത്തിന് തല തകർക്കും. നിങ്ങളെ വഞ്ചിച്ച ഈ പാമ്പിൻ്റെ തലയെ തകർക്കുവാൻ സ്ത്രീയുടെ സന്തതി വരും. സ്ത്രീയിൽ കൂടെ ലംഘനം വന്നുകൊണ്ട് സ്ത്രീയിൽ കൂടെ വിമോചകനും വരും. പിന്നീട് പഴയ നിയമത്തിൽ മുഴുവൻ വരാൻ പോകുന്ന വിമോചകനെ കുറിച്ച് ദൈവത്തിൻ്റെ അഭിഷക്തൻ എന്നാണ് പഴയ നിയമം വിളിക്കുന്നത്. അഭിഷക്തൻ എന്ന വാക്കിൻ്റെ എബ്രായ വാക്കാണ് മെഷിയാഹ്. അതാണ് മലയാളത്തിൽ മശിഹ എന്ന് നമ്മൾ പറയുന്നു. അതിൻ്റെ ഗ്രീക്ക് പരിഭാഷയാണ് ക്രിസ്റ്റോസ്. അതാണ് ക്രിസ്തു എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ക്രിസ്തുവിനെ പ്രോമിസ് ചെയ്തു, മശിഹായെ പ്രോമിസ് ചെയ്തു. മഹാദൈവത്തിന് മനുഷ്യൻ്റെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ വലിപ്പം, ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ഏതെന്തോടത്തിലൊക്കെ വന്നത് ഈ മശിഹയാണ്, മശിഹായിട്ട് വരുന്നയാളാണ്. അതുകൊണ്ട് ദൈവപുത്രൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. ദൈവപുത്രൻ യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രൻ മശിഹ. അപ്പോൾ ദൈവം യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമാണ്. അപ്പം മഹാദൈവം, പ്രപഞ്ചത്തിൽ ഒതുങ്ങാത്ത ദൈവം, യേശു ക്രിസ്തുവിൻ്റെ ദൈവവും യേശു ക്രിസ്തുവിൻ്റെ പിതാവുമാണ്.
സൃഷ്ടിപ്പിൻ്റെ അവസരത്തിൽ പറയുന്ന ഒരു വാക്യം കൂടെ എന്നെ ഓർപ്പിക്കുക. 1 വാക്യം തന്നെ. അതിൽ ദൈവാകാശവും ഭൂമി സൃഷ്ടിച്ച് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ശരിക്കും വരേണ്ടതായി തീർന്നു വന്ന പാഴായും ശൂന്യമായും തീർന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ സൃഷ്ടിപ്പിൽ കാണുന്നു. 21 അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ തന്നെ സൃഷ്ടിപ്പിൽ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വായിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവം, ദൈവപുത്രനായ ക്രിസ്തു, ദൈവത്തിൻ്റെ ആത്മാവ്, പിന്നീട് പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കപ്പെടുന്ന ആത്മാവ്, ഈ 3 ആളുകളെ കുറിച്ചാണ് ബൈബിൾ നമ്മൾ കാണുന്നത്. 110 സങ്കീർത്തനം എഴുതിയ ദാവീദ് എഴുതിക്കുന്നു, യഹോവ എൻ്റെ കർത്താവിനോട് അരുളിച്ചെയ്തു. ഇവിടെ 2 പേരെ കാണുന്നു. യഹോവയെയും കാണുന്നു, എൻ്റെ കർത്താവിനെ കാണുന്നു. എൻ്റെ കർത്താവ് എന്ന് പറയുന്നത് ദാവീദിൻ്റെ സന്തതിയായി ജനിക്കുന്ന മശിയെക്കുറിച്ചാണ്. യഹോവ എന്ന് പറയുന്ന പിതാവായ ദൈവത്തെക്കുറിച്ചാണ്. അപ്പോൾ പഴയ നിയമത്തിൽ തന്നെ ചില ആളുകൾക്ക് വെളിപ്പാടുണ്ടായി. യഹോവയായി ദൈവവുമുണ്ട്, കർത്താവായി വരുന്നവനുമുണ്ട്. കർത്താവ് എന്നത് ദൈവം തന്നെയാണ്. അഡോണായി എന്ന വാക്കവിടെ ഉപയോഗിച്ചിരിക്കുക. ലോർഡ്. പരിശുദ്ധാത്മാവുണ്ട്. ഇവിടെ ചിന്താക്കുഴപ്പമുണ്ടാകും. 3 ആളുകൾ എങ്ങനെയാണ്? അതിനെക്കുറിച്ച് ബൈബിൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഇരുവരും ഒരു ദേഹമായിത്തീരും. മേലാൽ അവർ 2 അല്ല 1 അത്രേ, ഇരുവരും ഒരു ദേഹമായിത്തീരും. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ വിവാഹം നടന്നു കഴിഞ്ഞ് ആദാമിൻ്റെ ഹവ്വയുടെയും കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, അത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ദേഹമായിത്തീരും. അപ്പനും ഇല്ല, അമ്മയും ഇല്ല. ആദാമിനെ സൃഷ്ടിക്കപ്പെട്ടതാണ് മണ്ണിൽ നിന്ന്. പക്ഷേ അവിടെയാണ് ഈ വാക്യം പ്രസ്താവിക്കുന്നത്. അത് മത്തായി സുവിശേഷം, മർക്കോസ് സുവിശേഷം, എഫേസ്യ ലേഖനം, ഇവിടെ എല്ലാ വാക്യം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. 2 പേര് ഒന്നാകുന്നു. ഭർത്താവും ഭാര്യയും 2 പേരാണ്, പക്ഷേ ഇരുവരും ഒരു ദേഹമാണ്. അത് സ്നേഹത്തിൻ്റെ ഐക്യതയാണ്. സ്നേഹം വർദ്ധിച്ചു കഴിയുമ്പോൾ 2 പേര് തമ്മിലുള്ള സ്നേഹം വർദ്ധിച്ചു 2 പേരല്ല, അവർ 2 പേരും ഒന്നാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നാണ്. 2 പേരെ കാണുന്നുണ്ടെങ്കിലും 2 പേരും ചേർന്ന് ഒന്നാണ്. ഇതുപോലെയാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ആളുകളുണ്ടെങ്കിലും 3 ആളുകൾ ഒന്ന് തന്നെയാണ്. ഏക ദൈവമാണ്. ദൈവങ്ങൾ 3 ഇല്ല, 3 ദൈവങ്ങളില്ല. ദൈവം ഒന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൽ 3 ആളുകളുണ്ട്. പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്. 3 പേരും നിത്യരാണ്. ദൈവം നിത്യപിതാവാണ്. ദൈവത്തെ പിതാവെന്ന് വിളിക്കണമെങ്കിൽ പുത്രനുണ്ടായിരിക്കണം. നിത്യമായി പിതാവാണെങ്കിൽ നിത്യമായി പുത്രനുണ്ട്. ദൈവം നിത്യപിതാവാണെങ്കിൽ പുത്രൻ നിത്യപുത്രനാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്ന ലേഖനത്തിൽ വായിക്കുന്നു. അപ്പോൾ നിത്യാത്മാവ്, പരിശുദ്ധാത്മാവ്. 3 പേരും തുല്യതയുള്ളവരാ, തുല്യ ശക്തിയുള്ളവരാ. എന്നാൽ പുത്രൻ തൻ്റെ മഹത്വം സ്വർഗത്തിൽ ഉരിഞ്ഞു വെച്ചിട്ട് മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി ഇറങ്ങി വന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്ന, ദൈവരൂപത്തിലിരിക്കുക ദൈവത്തിലുള്ള സാദൃശ്യം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു തന്നെത്താൻ ഒഴിച്ചു. എംപ്റ്റിഡ് ഹിംസെൽഫ്. അവൻ്റെ മഹത്വം, അവൻ്റെ ദൈവത്വം അവൻ ഒഴിച്ചു വെച്ചിട്ടാണ് ഭൂമിയിൽ വന്നത്. ഭൂമിയിലായിരിക്കുമ്പോഴും യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്, യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്. എന്നാൽ ദൈവം എന്ന നിലയിൽ യേശുക്രിസ്തു ഭൂമിയിൽ ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. തെറ്റിദ്ധരിച്ച ആളുകൾ പറയും, അവൻ ദൈവമായതുകൊണ്ടാണ് കാറ്റിനെയും കടലിനെയും ശാസിച്ചവൻ ദൈവമായതുകൊണ്ടാണ്, ലാസറിനെ ഉയർപ്പിച്ചവൻ ദൈവമായതുകൊണ്ടാണ്
വെള്ളം വീഞ്ഞാക്കിയതല്ല, മനുഷ്യനാ. പിതാവായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ, വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ദൈവസനെ സമയം ചെലവഴിക്കുന്ന ഒരു മനുഷ്യൻ. എൻ്റെ അപേക്ഷ നീ തള്ളിക്കളയത്തില്ല, നീ തള്ളിക്കളഞ്ഞിട്ടില്ല, ഇപ്പോഴും തള്ളിക്കളയത്തില്ല എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, ഗസവന തോട്ടത്തിൽ കിടന്ന് വീണ് ഉരുണ്ട് കരയുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ മുറുകെ പിടിച്ചില്ല. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കുന്ന ഏതൊരു മനുഷ്യനും എങ്ങനെ ജീവിക്കാമെന്ന് കഴിയുമെന്നതിൻ്റെ മാതൃകയാണ് യേശുക്രിസ്തു. ദൈവം എങ്ങനെയായിരിക്കും, ദൈവത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും, ദൈവം മനുഷ്യരോട് എങ്ങനെ ഇടപെടുന്നതെന്ന് ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തിൻ്റെ പ്രതിമയാണ് ക്രിസ്തു. ജീവനുള്ള ദൈവത്തിൻ്റെ പ്രതിമ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആർക്കും കാണാൻ കഴിയാത്ത ദൈവത്തിൻ്റെ രൂപം വരയ്ക്കാനൊക്കത്തില്ല, പ്രതിമ ഉണ്ടാക്കാനൊക്കെയില്ല. ഈ പ്രപഞ്ചത്തിൽ ഒതുങ്ങാത്ത മഹാദൈവത്തിൻ്റെ, സർവശക്തൻ്റെ, സർവജ്ഞാനിയുടെ, സർവവ്യാപിയുടെ പ്രതിമ ഉണ്ടാക്കാൻ ഒരാൾക്കും കഴിയത്തില്ല, പടം വരയ്ക്കാനും കഴിയത്തില്ല. പിന്നെ ആ ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്ന ജീവനുള്ള പ്രതിമ യേശുക്രിസ്തു. അപ്പൊ ദൈവം യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമാണ്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തിയവനാണ് പുത്രനായ ക്രിസ്തു. പരിശുദ്ധാത്മാവ് പിതാവിനോട് ചോദിച്ച പിതാവിൽ നിന്ന് പുത്രൻ വാങ്ങി സഭയ്ക്ക് നൽകിയ പരിശുദ്ധാത്മാവ് അവൻ മറ്റൊരു കാര്യസ്ഥനാണ്. അവൻ മറ്റൊരു കാര്യസ്ഥൻ. അവൻ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കും. അവൻ വരുമ്പോൾ നിങ്ങളെ സർവസത്യത്തിലും വഴി നടത്തും. അവനെന്ന് പറയുന്ന ഒരാളാ. പിന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന മൂന്നാളുകൾ നിത്യമായി സ്ഥിതി ചെയ്യുന്ന മൂന്നാളുകൾ. നിത്യതയിൽ ആരുമില്ലല്ലോ, ദൂതന്മാരില്ല, പ്രപഞ്ചമില്ല, ഒന്നുമില്ല. നമ്മുടെ ഭാവനയ്ക്ക് അതീതമാണ് നിത്യത. ആ നിത്യതയിൽ ഇവർ മൂന്ന് പേരും തമ്മിൽ പെർഫെക്റ്റ് ലവ് ആയിരുന്നു. യാതൊരു ബലഹീനതയുമില്ലാത്ത സ്നേഹം, കുറവില്ലാത്ത സ്നേഹം, സമ്പൂർണമായ സ്നേഹം, തികഞ്ഞ സ്നേഹം. ആ സ്നേഹത്തിൽ അവർ മൂന്ന് പേരും ഒന്നാണ്. അവരേകമാണ്, ഏകദൈവമാണ്. അവർ തമ്മിൽ ഭിന്നതയില്ല, വിരുദ്ധ അഭിപ്രായങ്ങളില്ല, വലിപ്പച്ചെറുപ്പഭാവമില്ല. അവരെല്ലാം ഒന്ന് തന്നെ, മൂന്ന് പേരും ഒരു ദൈവം. ഇതാണ് ബൈബിളിൽ കാണുന്ന ദൈവത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കാൻ. പിതാവായ ദൈവം, യേശുക്രിസ്തു ദൈവവും പിതാവുമായവൻ. പുത്രനായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ ഏകജാതൻ. പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഇന്ന് ഭൂമിയിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന, നമ്മളെ നടത്തുന്ന, സഭയെ നടത്തുന്ന കാര്യസ്ഥൻ. ഈ ദൈവത്തെക്കുറിച്ചാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസൺ എടുക്കാം.